നടന്നോ. പൊന്നു കള്ള. ശരിയാണല്ലോ. സന്തോഷായല്ലോ. ബാക്കിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നിസ്സാര വാടകയ്ക്ക് ഒരു വീട്, അത്യാവശ്യം ഫർണിച്ചർ, പൈങ്കുളി പോലത്തെ ഒരു കുട്ടി, ആഘോഷിക്ക് പാലും പഴവും, അത്യാവശ്യം മറ്റതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്നാമത് എനിക്ക് പോണം. പോവേ? അപ്പൊ ഫസ്റ്റ് നൈറ്റോ? എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം. നാരായണ ചതിക്കല്ലേ. ഇപ്പൊ തന്നെ നീ പോയ അവൾ എന്റെ പഠിക്ക സത്യാഗ്രഹത്തിന് വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനേ? അയ്യപ്പൻ നേരത്ത് പുലിവലായില്ലോ. നാരായണ, കുറച്ച് ദിവസമെങ്കിലും അവളുടെ കൂടെ കഴിയേ. കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. താങ്കൾ വന്നേ. കരീംബായി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു 500 രൂപ കൂടി തന്നെ. എന്തിനാ? കത്തിക്കാൻ. അവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കൊണ്ടേ കത്തിക്ക്. നാരായണ ഇങ്ങോട്ട് വന്നേ. ഇതും കൂടി ഇരിക്കട്ടെ, നീ അകത്തേക്കല്ലേ. അകത്തേക്ക് പോടോ. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട. അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? എന്നാ തലകുത്തി നിൽക്ക്. എന്തിനാ വിളിക്കണേ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണൻ എന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന്. മിസ്സസ് ഓമന നാരായണൻ. നല്ല ചേർച്ച. ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെ ചേട്ടന് ഇഷ്ടായോ? പിന്നെ എനിക്കറിയാം, എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ. അവിടെ ഇരുന്നാ മതി. ആദ്യം സംസാരിക്കല്ലേ. ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ. എന്റെ ഓമനെ. എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെയായിരിക്കും. ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ. വലിയ പുലിവാലായല്ലോ. അതെ, എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല. ഓർക്കാൻ വരുന്നു. കിടന്നോ. എനിക്ക് ചേട്ടന്റെ മാറിൽ തലചായ്ച്ചുറങ്ങണം. ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലേ. നമ്മള് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക്? ഞാൻ വിടില്ല. ഓമനെ, ഈ വെളിച്ചം നമുക്ക് വേണം. ഇങ്ങനെ നോക്കല്ലേ. അയ്യോ, പാല് തരാൻ മറന്നു. പാല് മണ്ണ കടന്ന് ലൈറ്റ് അണയ്ക്കുന്നുണ്ടോ? ആദ്യം ലൈറ്റ് അണയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? നാരായണേട്ടാ, നാരായണേട്ടാ, ഇതെവിടെ പോയി? നാരായണേട്ടാ, നാരായണേട്ടാ. എന്തൊക്കെയാടാ ഇത്? എവിടുന്ന് വരുന്നു? ഒരു വഴിക്ക് പോയതാ. അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു. അത് കുറച്ച് വാങ്ങി 2 കിലോ പോത്തും വാങ്ങി. മോള് കഴിഞ്ഞിട്ടില്ലേ? മിനിക്കുട്ടി, അമ്മയും മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുക. ഇന്നെന്താ ദിവസം അറിയാം? എന്താ? ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ 6ാം വാർഷികമാണ് ഇന്ന്. അയ്യോ, കഴിച്ചതെന്നൊന്നും പറയണ്ട, കഴിപ്പിച്ചതെന്ന് പറ. അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ. ചാട്ടം ചേരാനല്ലോ ഒരു കാര്യം. ഓരോ എല്ലും ഊരി എടുത്തേനെ. ഇന്ന് നമുക്ക് ആഘോഷിക്കലടാ, കലക്കി പൊളിക്കാം. ഇഷ്ടം പോലെ കാശുണ്ട്. എന്തായിരുന്നു കോള്? തല്ലോ കുടി ഒഴിപ്പിക്കലോ? അതൊന്നുമല്ല, ഒരു കല്യാണം. കല്യാണം നടത്തലോ കലക്കലോ? ഒരു കല്യാണം കഴിച്ചു. ആര്? ഞാൻ. കല്യാണം കഴിച്ചെന്നു? നീ എന്തായി പറയുന്നേ? എന്നിട്ട് പെണ്ണെവിടെ? ഞാനെങ്ങനെ അറിയാനാ? കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. നമ്മുടെ ജോലി തീർന്നു. നല്ല കാശും കിട്ടി, നമ്മൾ പോന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നിനക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റേ ഭാഷ പറയണം. എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ? പെണ്ണിനെ അല്ലാണ്ട് പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ?
ഉത്തരവാദിത്തമൊക്കെ വയറ്റിലുണ്ടാക്കിയവന്. ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും. ഞാൻ പോകൃതരത്തിനോട് നേരം നിറയും. ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ? രാമു, വേണ്ടാത്ത കാര്യത്തിന് ചൂടാവരുത്. ഇന്നൊരു നല്ല ദിവസമാണ്, അത് കുളവാക്കല്ലേ. നല്ല ദിവസം എന്ത് യോഗ്യമുണ്ടോ നിനക്ക് പറയാൻ? നിന്നെയൊക്കെ മുക്കാലേ കെട്ടി അടിക്കാൻ വേണ്ടേ? മാറി കാടുകൊണ്ടാ മോനെ. തേങ്ങ കുല നീയാണ് ചീത്ത പറയാൻ? എന്റെ അച്ഛനോ അതോ കൂടെ പറപ്പോ? ഞാൻ നിന്റെ ആരുമല്ലേ? നീ എന്റെ ഒരു പുല്ലുമല്ല. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അടിച്ചിന്റെ കാരണം ഞാൻ പൊളിക്കും. ഞാൻ നിന്റെ ആരുമല്ലടാ, ഒന്നില്ലാത്ത പട്ടി. എന്റെ കൊല. അവന്റെ അമ്മയെ 16 മീൻ അത് നശിപ്പിച്ചു കളയോ? നമ്മൾ അവന്റെ ആരുമല്ലടി. ഇറങ്ങി പോടാ അവിടുന്ന്. ഇന്നത്തോടെ തീർന്നിരിക്കുന്നു. നീ എന്നെ മുറ്റത്തെ ഒട്ടി പോരുത്. പോ. ഓട്ടടി അവൻ. എന്തൊക്കെയാണ് രാമോട്ടെ കാണുന്നത്? എനിക്കൊന്നും നീ മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കണ്ട. അതോ ചോറും കൂട്ടാൻ ഉണ്ടാക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്. ഈ മണം കേട്ടാ മതി നാരായണേട്ടന് കൊതി പിടിക്കാൻ. ഇത്തിരി കൂടിപ്പോയി. അടിച്ചിറക്കിയ പോലെ ആയില്ലേ? എന്നെ അന്യനാക്കിയാ ഞാൻ സഹിക്കണോ? ഞാനും നീയും മോളും അവൻ ആരും അല്ലാന്ന്. വേണ്ട. ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ല കാര്യം, പ്രവൃത്തിയില്ല. ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്റെ സ്വഭാവം അവനും മനസ്സിലാക്കണ്ടേടി. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ. അന്ന് ഓർക്കുന്നുണ്ടോ? രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോഴാ നാരായണേട്ടൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ? ഇപ്പൊ ഞാൻ പോയി കാല് പിടിച്ചോണ്ടോണെന്നാ പറയുന്നേ? രാമോട്ടന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നോക്കണ്ട, നിന്റെ ഇഷ്ടം. ഞാൻ പോയി വിളിക്കാം, പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ ഞാൻ മിണ്ടത്തില്ല. ഉള്ളി കാണി ചോദിച്ചല്ലേ, നല്ല മണം കിട്ടി. ആ പിന്നെ 2 ഗ്ലാസും കുറച്ച് വെള്ളവും എടുത്തു. തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും കൂടി. എടാ ഇടിയൻ കഴിവേറി, നിന്റെ വായിൽ വല്ല പഴവും തള്ളിയിട്ടുണ്ടാ? ഇന്നാ പൊട്ടിച്ച് കേറ്റ്. പോടാ നാട്ടെ. നത്ത നിന്റെ അച്ഛൻ. ഇങ്ങോട്ടിരിക്കാം. ഒന്ന് എണീറ്റേ സാറേ. വേണ്ട. ആരായവൻ? പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ. പാവാ. സ്കൂട്ടർ പഞ്ചറായിട്ട് ഒട്ടിക്കാൻ വേണ്ടി വന്നതാ. ആ നത്തിനെ കണ്ടോ? ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വന്നാ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞേക്കും. ആ, കുടിക്കാൻ എന്തെങ്കിലും? ഓ എന്റെ പൊന്ന് സാറേ, അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല. ആരാ ഇയാള്? അറിയില്ലേ? കരീം ഭായ്. ബോംബെയിലായിരുന്നു. ബോംബെ കിട്ടുകിട വിറപ്പിച്ചാനാ. 4-5 കൊല്ലമായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ. നമ്മുടെ ഹൈദരാലി ഒതുക്കിയത് മൂപ്പരാ. ഹൈദരാലിയെ കേട്ടിട്ടില്ലേ? ഇല്ല. ഇല്ലേ? ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ. മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ. എന്താ കാര്യം? കരീം ഭായിയുടെ ഒറ്റ ഇടിയാ. അപ്പ ഛർദിച്ചു 2 കഴി ചോര. എന്നിട്ട് ആള് മരിച്ചോ? 8ാം പൊക്കം. കേസൊന്നും ഉണ്ടായില്ലേ? എന്ത് കേസ്? കൊല്ലും കൊലയൊക്കെ മൂപ്പരൊക്കെ ഒരു കുട്ടിക്കളിയാ. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ വളരെ ഡീസന്റാ. ഈ നത്തായിട്ട് എന്താ ബന്ധമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആരെയും നത്ത്? ഒന്ന് വെച്ചാ 2, 2 വെച്ചാ 4. ആർക്കും വെക്കാം, എവിടെ വെക്കാം. വെച്ചോളി. ക്ലാവറിന്റെ കളം കാലിയാണ്. ആ വെച്ചോളി. 50 വെച്ചാ 100 വെച്ചോളി. ക്ലാവറിൽ വെക്കണ്ട, ആറ്റിൽ വെച്ചോ. ക്ലാവർ ചതിയനാ. ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റേ കാശ് ഇഞ്ഞും പോവും. അതോടെ 2 വെച്ചാ 4. 1 വെച്ചാ 2. പൊക്കാൻ പോകുന്നു.
പൊക്കാൻ പോകുന്നു പൊക്കാൻ പോകുന്നു ഒന്ന് പൊക്കടാ. പൊക്കുന്നു 1 2 3 ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി എന്റെ 300 രൂപ നീ പിടുങ്ങി. നിന്റെ കള്ളക്കളി നീ അവസാനിപ്പിക്കടാ പട്ടി. നാരായണ ചതിക്കരുത് പാവാണ് പൊയ്ക്കോ ഒന്ന് പറഞ്ഞ കത്തി രണ്ടാമത് കുത്ത് അതാണ് നത്ത് വാ ഇതിനെ കരിമ്പായി അതിന് നമ്മക്കെന്താ അയാളെ പണിയോട്ടെ എന്താ പേടിയുണ്ടോ ഏയ് നമ്മളെന്തിനാ പഠിക്കുന്നത് പോവാ. എടാ തത്തേ എന്തോ ഇവിടെ വാ. ഞാൻ ചെല്ല് ആ വിളിക്കണേ നീ ഇവിടെ വാ. ഞാൻ എന്തിനാണ് നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നിടത്ത് ചെല്ലേന്ന് ഇവിടെ വരാനല്ലേ പറഞ്ഞ ആ പെണ്ണവിട ഏത് പെണ്ണ്? നീ കെട്ടിയ പെണ്ണ്. കെട്ടിയ പെണ്ണോ കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലി ഓടിക്കും. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമിനറിയാം. എവിടാ അവള്? എനിക്കറിയില്ല. കിട്ടിയ അന്ന് തന്നെ ഞാൻ പോകുന്നു. എത്ര കാശ് കിട്ടി? 5000 രൂപ. 2000 കിടക്ക്. ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ? അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞോ, നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ. കാശെടുക്ക്. എന്റെ 10 പൈസ ഇല്ല വായി. വേണ്ട. പെണ്ണ് കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടിയില്ലല്ലേ പായ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് പോടാ. ഞാൻ പോവാണ് എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവുമല്ലോ, കാശ് തീർന്നല്ലോ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ കുറെ ദിവസമായി അന്വേഷിക്കണോ. നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല. ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നതല്ലേ? അത് ചില തന്തയില്ലാത്തവന്മാരെ സൂക്കടാ. എന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പുളിച്ച് പറഞ്ഞു കൊടുത്തേനെ. അയ്യോ, ഞാനിങ്ങനെ വിളിക്കൊന്നുമില്ല. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ 10 പവൻ പോയേനെ. അന്നെന്റെ കൈ കാശില്ലായിരുന്നു. ദേ ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ. ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി. ചെറിയ തുക വല്ലതുവാണെങ്കിൽ തരാം. പേരെന്താ? ആശ. ദേ ആ സ്കൂളിനടുത്താ താമസം. എവിടെയാ വീട്? വീട് അടുത്തന്നെ. ജോലി? ജോലി ഇങ്ങനെ സഹായിക്കാം. ആരെ എന്തിനു സഹായിക്കാം. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ വരുമല്ലേ? പിന്നെ പക്ഷെ കാശ് തരണം. പിന്നെ അന്വേഷിക്കുമ്പോ വെറും ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടികിട്ടിയെന്ന് വരില്ല. നേരത്തെ പറഞ്ഞ ആ പക്ഷിയുടെ പേരൂടെ പറഞ്ഞാൽ മതി. അതെ. ഒരു പ്ലേറ്റ് ഇറച്ചും കൂടെ എടുത്തേ. ഇത് എത്രാമത്തേടാ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? ആ കഴിക്കട്ട് പയലിച്ചേട്ടാ ഒറ്റ തടിയല്ലേ. എടാ നാരായണ, നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കണേ. ആരാണ്? ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ദേ ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ലെന്ന്. എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടാടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ? അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാമല്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ല എന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട് നേരാണ്. ഒരുമിച്ച് കുറച്ചു ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടികളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടും. ഇവിടെ പറ്റില്ല ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നേ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നേ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനല്ലേ നമുക്ക് അവിടെ കഴിയാം. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നിട്ടല്ലോ. ചവിട്ടി ഒരു കൊടുക്കണം ഞാൻ. എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. ദേ എന്നോട് കളിച്ചാണ്ടല്ലോ, കൊന്നേം കടലിൽ തത്തും. ആ ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം. ഞാൻ കാത്തിരിക്കും. കള്ളൻ മോൻ കണ്ടില്ലേ? ഒരു ഗൗരവം. ഒന്ന് ചിരിച്ചേ. പോട്ടെ.
പോടാ പോടാ പോടാ. ഇരിക്കൂ. ഞാൻ നിന്നോളാം സാർ. നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം. എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിലും ഇവിടെ ഇരിക്കാം. എന്താ കാര്യം? നമ്മുടെ ബില്ല് മാസം 1 ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ടിട്ട് പാസ്സാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കള്ളപ്പണിക്ക് കൂട്ടുവെക്കാൻ കിട്ടില്ല. അയ്യോ, ഞങ്ങൾ കള്ളപ്പണിയൊന്നും ചെയ്യാറില്ല സാർ. വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് 1,00,000 വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങൾക്കായിരുന്നില്ലേ? അതെ. അതിൽ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ? അത് പ്രതികൂലമായ കാലാവസ്ഥയില് കാറ്റിലും മഴയിലും ഞാൻ കാല് പിടിക്കാം സാർ. അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ, അല്ലേ? അങ്ങനെയല്ല. ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം. അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത്, കാറ്റത്ത് കരിയില പോലെ പറന്നും പോരുത്. മനസ്സിലായോ? മനസ്സിലായി. ഇനിയുള്ള പണി സാറ് പറയുന്ന പോലെ ചെയ്തോളാം. ഇപ്പൊ പണിതിടത്തോളം പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തുപാലെടുക്കും സാർ. അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ. ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ. മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയൊക്കെ അഴിച്ചുപെടുന്നില്ലെങ്കിൽ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു. അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ? ഓ. എന്നാ പോണം. ഓടോ. ഉം. എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ. ഞാൻ താഴേണ്ട അടുത്ത് ഭൂമിയോളം താഴും. പക്ഷെ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും, ഞാൻ കൊല്ലും. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ. പിന്നെ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അതവന്റെ അപ്പം തരൂ. ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കി. അയാള് പിടിച്ച മുയലിന് 3 കൊമ്പാ. ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവന് ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്തലുണ്ടാവില്ല. പിന്നൊരു വഴിയുണ്ട്. അയാളെ ട്രാൻസ്ഫർ ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് പറ്റുമോ? അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കും. ലീവ് എടുപ്പിക്കാം. എങ്ങനെ? വഴിയുണ്ട്. എന്റെ ഒന്നുമില്ല ഭായി. അതിന് ഈ കള്ളത്തനം കാണിക്കണോടാ സൈത്താൻ. നിനക്കൊരു വേല ചെയ്യാമോ? എന്ത് വേലയാ? ഒരാളെ ഒന്ന് ഒതുക്കാമോ? ചെറുതായിട്ടാണെങ്കിൽ. ചെറുതല്ലെങ്കിൽ നിന്നെ വിളിക്കുവോ? കയ്യോ കാലോ ഓടിച്ചാ മതി. ആളെങ്ങനെയാ? നിന്റെ അത്ര ഉണ്ടാവും. നേരിട്ട് മുട്ടണ്ട. നല്ല കാശ് വാങ്ങി തരാം. ഒരു 2000 കിട്ടുമോ? 10 പറഞ്ഞിട്ടുണ്ട്. 5 എനിക്ക് എത്തിച്ചേക്കണം. ആളാരാ? അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായരോ? അയ്യപ്പൻ നായർ കണ്ടാൽ ആളും ഡീറ്റെയിൽസും കിട്ടും. ഏറ്റോ? ഏറ്റു. അച്ഛാ.